നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഏറ്റവും സുതാര്യമായി, അതും അതീവ ലളിതമായി ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് യൂട്യൂബറായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടുള്ള ധ്രുവ് റാട്ടെ കൃത്യമായി സംഘപരിവാറിൻ്റെ തെറ്റായ നയങ്ങളെയും അവർ രാജ്യത്ത് നടത്തുന്ന പകൽക്കൊള്ളയും തുറന്നു കാണിക്കുന്നു. അതിൻ്റെ പേരിൽ ഇന്നേ വരെ അദ്ദേഹത്തിനൊരു സ്ട്രൈക്ക് പോലും ലഭിച്ചിട്ടില്ല. അതായത് അദ്ദേഹത്തിനെ ഒരിക്കലും അദ്ദേഹം വ്യാജ വാർത്തയാണ് നൽകുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഉപദ്രവിക്കാൻ സംഘപരിവാറിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെ ഈ രാജ്യത്തെത്തിയാൽ അദ്ദേഹത്തിനെ ഉപദ്രവിച്ച് കളയും എന്ന് പറഞ്ഞ് സംഘപരിവാർ നേതാക്കൾ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് RSSന്റെ ഭീഷണിയെല്ലാം കൃത്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യ ഗേറ്റിൽ വലിയ തോതിൽ ഒരു പ്രഹസനം എന്ന രീതിയിൽ തന്നെ നടത്തിയത്. അത് സംഘപരിവാറിന് ഏറ്റവും വലിയ മുഖത്ത് കിട്ടിയ അടിയായിരുന്നു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ രാമായണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിലെ പ്രധാന വ്യക്തികൾ, ശ്രീരാമനായിരുന്നാലും സീതയായിരുന്നാലും, അവർ കൊടും വനത്തിൽ അവർ മാംസാഹാരം കഴിച്ചു എന്ന രീതിയിലുള്ള പരാമർശം നടത്തിയെന്ന പേരിലാണ് സംഘപരിവാർ ധ്രുവ് റാട്ടയുടെ ഇന്ത്യയിലേക്കുള്ള സ്ട്രീമിംഗ്, അതായത് അദ്ദേഹത്തിൻ്റെ ചാനൽ ഇന്ത്യയിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ ചാനൽ യൂട്യൂബ് ഇന്ത്യയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി രംഗത്ത് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യൂട്യൂബിന് ഗ്രീവൻസ് അയച്ചു. ഗ്രീവൻസ് കമ്മിറ്റിയാണല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. എന്നാൽ അത്തരമൊരു തീരുമാനമെടുക്കുന്നത് കൊണ്ടും അവർക്ക് സംതൃപ്തി വരുന്നില്ല. കാരണം ഈ ലൈവ് സ്ട്രീമിംഗ് മറ്റ് സംവിധാനങ്ങൾ വഴി ഇന്ത്യയിൽ പലപ്പോഴും കിട്ടുന്നുണ്ട്, പല ഭാഗങ്ങളിൽ കിട്ടുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ത്യയിലെ സാധാരണക്കാരെ മുഴുവൻ മതത്തിൻ്റെ പേരിൽ വർഗീയ ധ്രുവീകരണം നടത്തി മാത്രം നിലനിന്നു പോകുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അയോധ്യയിൽ ശ്രീരാമൻ്റെ പേരിൽ നടത്തിയ കാട്ടുകൊള്ള, അവിടെ വലിയ തോതിലുള്ള വെള്ളിക്കൊള്ള നടത്തിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിൻ്റെ പല നേതാക്കളും മുൾമുനയിൽ നിൽക്കുന്ന ഒരു അവസരത്തിൽ കൂടി ധ്രുവ് റാട്ടയുടെ വീഡിയോ വരുമ്പോൾ അതിന് പല മാനദണ്ഡങ്ങളുണ്ട്. ധ്രുവ് റാട്ടയുടെ വാക്കുകൾക്കും അദ്ദേഹത്തിൻ്റെ വളരെ മികവാർന്ന രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, അതിന് സംഘപരിവാർ നേതാക്കൾ കൊടുത്തിരിക്കുന്ന വലിയ വിലയാണ്. കാരണം അവർക്കറിയാം അവരുടെ മൊത്തത്തിലുള്ള തട്ടിപ്പ് അടപടലം പൂട്ടാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ധ്രുവ് റാട്ടെ. അദ്ദേഹം നടത്തുന്ന പോരാട്ടം ഈ രാജ്യത്ത് സമാനതകളില്ലാത്ത വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളല്ല അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നത്, കോടിക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ശ്രവിക്കുന്നത്. അത് സംഘപരിവാറിന് വലിയ തിരിച്ചടിയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അതിൻ്റെ ഒരു എഫക്റ്റ് കൃത്യമായി ഉണ്ടായിരുന്നു എന്നുള്ളത് സംഘപരിവാറിന് നന്നായി അറിയാം. അദ്ദേഹത്തെ വലിയ തോതിൽ അദ്ദേഹത്തിനെ വകവരുത്തുമെന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാറിൻ്റെ പല നേതാക്കളും പല പോസ്റ്റുകളും ഇടുന്നുണ്ട്. പല നേതാക്കൾക്കും അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും നേരിട്ട് കൈകാര്യം ചെയ്യാൻ കയ്യിൽ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല, അതൊക്കെ വെറും വ്യാമോഹങ്ങളാണ്. പക്ഷേ ധ്രുവ് റാട്ടെ ഒരു കാര്യം കൂടി തീരുമാനിച്ചു. ഏറ്റവും നിർണായകമായി യൂട്യൂബിലേക്ക് മാത്രമല്ല മറ്റ് പല പ്ലാറ്റ്ഫോമിലൂടെയും സംഘപരിവാറിനെതിരെ ആക്രമണം അഴിച്ചു വിടണം.